Hello dear students. In the last class we discussed about different types of feedback system. That is negative and positive feedback. Okay. We studied that for feedback, for negative feedback the gain is a divided by 1 plus a beta, and for positive feedback the gain is a divided by 1 minus a beta. Okay, and negative feedback is used in amplifiers and positive feedback is used in oscillators. That is the main point that we have to keep in mind. Okay. Next, in today we are going to discuss about the effects of negative and positive feedback. അത് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം എന്തൊക്കെ ഇഫക്ട്സ് ആണ്, എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇഫക്ട്സ് ഓൺ ഗെയിൻ കാരണം എന്ത് എഫക്റ്റാണ് വരാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഓരോന്നിൻ്റെയും നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കിനെയും നമ്മൾ ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ വി നോ ദാറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. ഗെയിൻ ഈസ് റെഡ്യൂസിങ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. ആക്ച്വലി എ ആയിരുന്നു നമ്മുടെ ഗെയിൻ. നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തപ്പോൾ അതെന്തായി? എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റയായി അല്ലേ? അപ്പോൾ എയിൽ നിന്ന് 1 പ്ലസ് എ ബീറ്റ അത് കുറഞ്ഞു. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. Next is positive feedback case. What about the positive feedback case? For positive feedback case, gain is a divided by 1 minus a beta. അപ്പോൾ അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? 1 minus a beta, the gain is increased. a beta less than 1 ആണെങ്കിൽ എന്താണത്? 1 മൈനസ് അത് ഏകദേശം 1 തന്നെ. അപ്പോൾ കുഴപ്പമില്ല. അവിടെ എ എഫ് ഈസ് ഗ്രേറ്റർ. പക്ഷേ ഇഫ് എ ബീറ്റ ഈക്വൽ ടു 1, എ ബീറ്റ 1 തന്നെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇഫ് എ ബീറ്റ ഈക്വൽ ടു 1 മൈനസ് 0, അപ്പോൾ എന്തായി പോകും? എ ബൈ 0. അപ്പോൾ അതെന്തായത്? ഇൻഫിനിറ്റി ആയി അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി ആവും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് എ ഔട്ട്പുട്ട് ഈവൻ ഇഫ് ദ ആബ്സെൻസ് ഓഫ് ഇൻപുട്ട് ഇല്ലെങ്കിലും അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തിൽ യൂസ് ചെയ്യുന്നത്? ഓസിലേറ്റേഴ്സിൽ. ഈ ഒരു ഐഡിയ കാരണമാണ് നമ്മൾ അതിനെ ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. And next one is effect on frequency. Effect of frequency and bandwidth. Effect of frequency and bandwidth. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നെഗറ്റീവ് ഫീഡ്ബാക്ക് കേസ് എടുക്കുക. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കേസിൽ നമുക്കറിയാം ഗെയിൻ എന്താണ്? ഗെയിൻ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റയാണ്. അപ്പോൾ ഗെയിൻ കുറയുന്നു. ഗെയിൻ കുറയുമ്പോൾ ആക്ച്വൽ നമ്മുടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വിചാരിക്കാം. ഇഫ് ദിസ് ഈസ് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വിചാരിക്കാം. നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിച്ചു. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈവ് ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത്? ഇവിടെ നമ്മൾ ഫ്രീക്വൻസി വരച്ചു, ഇവിടെ നമ്മൾ ഗെയിൻ വരച്ചു അല്ലേ? ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വന്നത്. ഇവിടെ 3 dB അവിടെ വരുന്ന ഏതാണ്? F1 F2 അല്ലേ? ഇതാണ് F1 ആൻഡ് F2. അപ്പം നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഈ F1 എന്നുള്ളത് ഇറ്റ് വിൽ റെഡ്യൂസ്ഡ്. അപ്പോൾ F1 റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ എന്താ അർത്ഥം? ഇവിടേക്ക് മാറി. അതായത് F1 ഈസ് റെഡ്യൂസ്ഡ് ടു F1 ഡാഷ്. അപ്പോൾ അത് ഇവിടെ ദറ്റ് ഈസ് F1 ഡാഷ്. ഓക്കെ. അതേപോലെ F2 ഈസ് ഇൻക്രീസ്ഡ്. F1 എന്നുള്ളത് കുറഞ്ഞു, F2 എന്നുള്ളത് പക്ഷെ എന്തായി? ഇൻക്രീസ് ആയി. അപ്പോൾ അതെന്തായി? F2 ഡാഷ്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ കുറച്ചും കൂടി സാധാരണ ബാൻഡ് വിഡ്ത്തിനേലും കൂടി. അപ്പോൾ ദാറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ആയി. പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഗെയിൻ കുറഞ്ഞു എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? പിന്നെ ഗെയിൻ കുറയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കൂടിക്കോളും? ബാൻഡ് വിഡ്ത്ത് കൂടിക്കോളും. ബാൻഡ് വിഡ്ത്ത് കൂടുന്നു. അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ഇത് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗെയിൻ കുറയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടി. അപ്പോൾ ഇത് ഈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ. ആ ഒരു ഇത് കോമ്പൻസേറ്റ് ആയിക്കോളും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോവർ ഫ്രീക്വൻസി F1 എന്നുള്ളത് F1 ഡാഷ് ആവും. അതുപോലെ F2 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് F2 ഡാഷ് ആവും. ഓക്കെ. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് പഴയ ബാൻഡ് വിഡ്ത്തിനേലും കൂടുതലായിരിക്കും പുതിയ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. ഇതാണ് വിത്തൗട്ട് ഫീഡ്ബാക്ക്.
വിത്ത് ഫീഡ്ബാക്ക് വരുമ്പോൾ കുറച്ചും കൂടി വലുതായി അല്ലേ, ഇത്രയും ബാൻഡ് വിഡ്ത്ത് വന്നു. മറ്റേതാകുമ്പോൾ കുറച്ചേ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാകുള്ളൂ. സോ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. Now let's consider about the positive feedback. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഗെയിൻ എന്താണ്? ഗെയിൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ. അപ്പോൾ ഗെയിൻ ഇൻക്രീസ് ചെയ്തടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ F1 എന്നുള്ളത് F1 ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ F2 എന്നുള്ളത് F2 ഡാഷ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. അതായത് ആക്ച്വലി ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് F1 F2 F1 എന്നുള്ളത് F1 ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. F2 എന്നുള്ളത് F2 ഡാഷ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതെന്തായി? ഇങ്ങനെയുള്ളൊരു ദാറ്റ് മീൻസ് ബാൻഡ് വിഡ്ത്ത് ഈസ് റെഡ്യൂസ്ഡ്. ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറയും, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുന്നു. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റോർഷൻ ഇതേപോലെ തന്നെയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ്, ഗെയിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് പിന്നെ ഡിസ്റ്റോർഷന് വരുന്നത്. അപ്പോൾ ഡിസ്റ്റോർഷൻ നമ്മൾ ആംപ്ലിഫയറിൽ കുറേ ഡിസ്റ്റോർഷൻസ് ഒക്കെ പഠിച്ചില്ലേ, ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, പിന്നെ അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ ഡിസ്റ്റോർഷൻ ആണെങ്കിലും the net distortion D divided by 1 plus A beta. Distortion is also reduced by a factor 1 plus A beta. Negative feedback ആണെങ്കിൽ. പോസിറ്റീവ് ആകുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് വരും, ഇറ്റ് വിൽ ഇൻക്രീസ്ഡ്. അപ്പോൾ എപ്പോഴത്തെ ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇപ്പോൾ എഫക്ട്സ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതിയാലും മതി. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ചോദിക്കാൻ നേരത്തെ ഉള്ളത് എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഗെയിൻ സ്റ്റെബിലിറ്റി. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫസ്റ്റ് വൺ ഈസ് ഗെയിൻ സ്റ്റെബിലിറ്റി. ഗെയിൻ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ എ ബീറ്റ വലുതാണെങ്കിൽ ദെൻ AF എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാം 1/β. ദാറ്റ് ഈസ് ഗെയിൻ ഈസ് ഡിപ്പെൻഡിങ് മെയിൻലി അപ്പോൺ ദി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ബീറ്റ എന്നുള്ളത് എന്താണ്? ഫീഡ്ബാക്ക് ആണല്ലോ. അപ്പോൾ ഗെയിൻ എന്നുള്ളത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും റെസിസ്റ്റർ, കപ്പാസിറ്റർ അങ്ങനെ പാസീവ് എലമെൻറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റേബിൾ. അതുകൊണ്ടാണ് അതിനെ സ്റ്റേബിൾ. അതായത് പാസീവ് എലമെൻറ്റ്സ് ഒക്കെ സ്റ്റേബിളാണ്. ട്രാൻസിസ്റ്റർ അതേപോലെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ലാത്തുള്ളൂ. അപ്പോൾ പാസീവ് എലമെൻറ്റ്സ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്റ്റേബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദെൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇഫ് എ ബി ഈസ് ഗ്രേറ്റർ ദാൻ 1 then AF equal to 1/β. That means the overall gain of the amplifier with feedback is independent of internal gain A. നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് upon the feedback network ബീറ്റ. ബീറ്റ ഈസ് ഡിപ്പെൻഡ്സ് upon the passive elements such as resistors എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? ഗെയിൻ ഈസ് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഗെയിൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് സ്റ്റേബിലിറ്റിയാണ് ഏറ്റവും വലിയതായിട്ടൊരു ഡിവൈസിന് വേണ്ടത്. സെക്കൻഡ് വൺ ഈസ് റെഡ്യൂസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ആകുമ്പോൾ കുറയും എന്നുള്ളത് അല്ലേ, 1 + Aβ എന്നുള്ള രീതിയിൽ അത് കുറയും. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 1 + Aβ. അപ്പോൾ ഒബ്വിയസ്ലി ഡിസ്റ്റോർഷൻ കുറയുമ്പോൾ എന്തും കുറഞ്ഞോളും, നോയ്സും കുറഞ്ഞോളും. ഇറ്റ് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി 1 + Aβ ടൈംസ് അതും കുറയും. ഇനി ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ആക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ മാത്രമായിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് ബാൻഡ് വിഡ്ത്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആംപ്ലിഫയർ ഗെയിൻ കുറയും. അപ്പോൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോമ്പൻസേറ്റ് ആവാനായിട്ട് ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. ഗെയിൻ കുറയുന്നു, ബാൻഡ് വിഡ്ത്ത് കൂടുന്നു. അങ്ങനെ ഇറ്റ് വിൽ റിമെയിൻസ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ബാൻഡ് വിഡ്ത്ത്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻപുട്ട് ഇംപെഡൻസ്. ഇൻപുട്ട് ഇംപെഡൻസ് ഇസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 + Aβ. ഇൻപുട്ട് ഇംപെഡൻസും കൂടുന്നു. ഇൻപുട്ട് ഇംപെഡൻസ് എപ്പോഴും എല്ലാ ഡിവൈസിനും കൂടുതലാണ് വേണ്ടത്, ഔട്ട്പുട്ട് ഇംപെഡൻസ് പക്ഷേ കുറവാണ് വേണ്ടത്. അങ്ങനെയാണ് ഒരു ഡിവൈസിൻ്റെ ഒരു ഗുഡ് ഡിവൈസിന് നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്. ഇൻപുട്ട് ഇംപെഡൻസ് ഷുഡ് ബി ഹൈ ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഷുഡ് ബി ലോ.
അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ് ആയിരിക്കണം, ചെറിയ വാല്യൂ ആയിരിക്കണം. അതുപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുന്നു ബൈ എ ഫാക്ടർ 1 + a ബീറ്റ. അതുപോലെ reduced in output impedance. Output impedance is also reduced by a factor 1 + a beta. Input impedance കൂടുന്നു,